നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടികയായി. മലപ്പുറം ജില്ലയിലാകെ 33,93,884 വോട്ടർമാർ. 82,286 കന്നി വോട്ടർമാരും ജില്ലയിൽ. പാലക്കാട് ജില്ലയിലാകെ 23,15,990 വോട്ടർമാർ. കന്നി വോട്ടർമാർ 45,687 പേർ. മണ്ണാർക്കാട് പാടങ്ങളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്നത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് CPI നേതാക്കൾ. തെങ്കര കോൽപ്പാടത്ത് മണ്ണിട്ട് നികത്തിയ സ്ഥലം നേതാക്കൾ സന്ദർശിച്ചു. നടപടിയുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ. ഒറ്റപ്പാലം മീറ്റ്ന തടയണയുടെ അടച്ച ഷട്ടറുകൾ സാമൂഹ്യ വിരുദ്ധർ തുറന്നിടുന്നത് കുടിവെള്ള പദ്ധതികൾക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം ലിറ്റർ കണക്കിന് വെള്ളം ഒഴുകിപ്പോയി. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പോലീസിനെയും ജില്ലാ കളക്ടറെയും സമീപിച്ച് വാട്ടർ അതോറിറ്റി. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് എടുത്തിട്ടും ടെസ്റ്റ് നടത്താത്തതിൽ മണ്ണാർക്കാട് RTO ഓഫീസിൽ പ്രതിഷേധം. ടെസ്റ്റിനായി കാത്തിരിക്കുന്നത് 600-ലേറെ പേർ. ശനിയാഴ്ചകളിലും ടെസ്റ്റ് നടത്തി പ്രശ്നം പരിഹരിക്കാമെന്ന് ജോയിന്റ് RTOയുടെ ഉറപ്പ്. വല്ലപ്പുഴയിൽ പൊള്ളലേറ്റ് അമ്മ മരിച്ചതിനു പിന്നാലെ ചികിത്സയിലായിരുന്ന മകളും മരിച്ചു. 12 വയസ്സുള്ള നിഖയാണ് മരിച്ചത്. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു. 20 വയസ്സുള്ള നിഖിതയാണ് മരിച്ചത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പാലക്കാട് ജില്ലയിൽ ആകെയുള്ളത് 23,15,990 വോട്ടർമാർ. ഇതിൽ 45,687 പേർ കന്നി വോട്ടർമാരാണ്. തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിലെ മേൽവിലാസം തിരുത്തൽ, പേര് ചേർക്കൽ, മാർച്ച് 16 വരെ നടന്ന വോട്ടർ പട്ടിക തിരുത്തൽ, ഒഴിവാക്കൽ എന്നിവയ്ക്ക് ശേഷം നിലവിൽ വന്ന അന്തിമ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ജില്ലയിൽ ആകെ 23,15,990 വോട്ടർമാരുണ്ട്. ഇതിൽ 45,687 പേർ കന്നി വോട്ടർമാരാണ്. ആകെ പുരുഷന്മാർ 11,31,562 പേരും സ്ത്രീകൾ 11,84,406 പേരുമാണ്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 18,285 പേരും 22 ട്രാൻസ് വ്യക്തികളും 11,369 ഭിന്നശേഷിക്കാരും പട്ടികയിലുണ്ട്. പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 13,98,143 ഇതിൽ 29,793 പേർ കന്നി വോട്ടർമാരാണ്. 6,82,281 പുരുഷ വോട്ടർമാരും 7,15,849 സ്ത്രീ വോട്ടർമാരും മണ്ഡലത്തിലുണ്ട്. 13 ട്രാൻസ് വ്യക്തികളും 5,125 ഭിന്നശേഷിക്കാരും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 11,636 പേരും വോട്ടർ പട്ടികയിലുണ്ട്. ആലത്തൂർ മണ്ഡലത്തിൽ ആകെ 13,37,496 വോട്ടർമാരാണുള്ളത്. കന്നി വോട്ടർമാർ 23,762 പേരാണ്. ഇതിൽ 6,48,437 പേർ പുരുഷന്മാരും 6,89,047 പേർ സ്ത്രീകളുമാണ്. 12 ട്രാൻസ് വ്യക്തികളും 12,626 ഭിന്നശേഷിക്കാരും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 17,383 പേരും പട്ടികയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും പട്ടികയിൽ ഇടം പിടിച്ചത് 33,93,884 പേർ. ഇതിൽ 16,96,709 പുരുഷന്മാരും 16,97,132 സ്ത്രീ വോട്ടർമാരും 43 മൂന്നാലിംഗക്കാരുമാണുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. 2,33,645 പേരാണ് ഇവിടെ വോട്ടർമാരായുള്ളത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏറനാട് നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത്. 1,84,363 പേരാണ് ഈ മണ്ഡലത്തിൽ വോട്ടർമാരായുള്ളത്. കന്നി വോട്ടർമാരായി 82,286 പേരും പട്ടികയിലുണ്ട്. പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന തൃത്താല നിയമസഭാ മണ്ഡലമടക്കം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ 14,70,804 പേരും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ 14,79,921 പേരുമാണ് വോട്ടർമാർ. ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 33,98,884 പേർ. കന്നി വോട്ടർമാരായി 82,286 പേരാണ് ജില്ലയിലുള്ളത്. ഇതിൽ 45,966 പുരുഷ വോട്ടർമാരും 36,316 സ്ത്രീ വോട്ടർമാരും 4 മൂന്നാലിംഗക്കാരും ഉൾപ്പെടുന്നു. മലപ്പുറം നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ കന്നി വോട്ടർമാർ.
6404 പേർ. വേങ്ങര നിയോജകമണ്ഡലത്തിലാണ് കന്നി വോട്ടർമാർ ഏറ്റവും കുറവ്, 3726 പേർ. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള 281 പേരുണ്ട് ജില്ലയിൽ. ഇതിൽ 90 പേർ പുരുഷന്മാരും 191 പേർ സ്ത്രീകളുമാണ്. മണ്ണാർക്കാട് മേഖലയിൽ പാടങ്ങളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്നത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് CPI നേതാക്കൾ. തെങ്കര കോൽപ്പാടത്ത് മണ്ണിട്ട് നികത്തിയ ഭൂമി സന്ദർശിക്കുകയായിരുന്നു നേതാക്കൾ. മണ്ണ് മാഫിയയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായാണ് വ്യാപകമായി പാടം നികത്തുന്നതെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പറ്റശ്ശേരി പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ മണ്ണ് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുകയാണ്. ഒറ്റപ്പാലം സബ് കളക്ടർക്കും മണ്ണാർക്കാട് തഹസിൽദാർക്കും പ്രത്യേകം സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ സ്ക്വാഡുകളൊന്നും കാണുന്നില്ല. മണ്ണാർക്കാട്ടെ ഭൂമി നികത്തൽ കലക്ടറുടെ നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. കോൽപ്പാടത്ത് പുഴയുടെ സ്ഥലം വരെ നികത്തിയിട്ടുണ്ട്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകും. കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും മണികണ്ഠൻ പറഞ്ഞു. മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിലെ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ മൺ മാഫിയയ്ക്കൊപ്പം അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ദുരന്തം ഇവിടെ സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തണ്ണീർത്തട സംരക്ഷണ നിയമമുണ്ട്. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി അനധികൃതമായി നികത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം നികത്തിയ പ്രദേശങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് ബന്ധപ്പെട്ട ഭൂവുടമകളിൽ നിന്ന് നഷ്ടപരിഹാരം വരുന്ന ചെലവ് നേരിട്ട് നോട്ടീസ് കൊടുത്ത് അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി മുഖാന്തരം അവരിൽ നിന്ന് തിരിച്ച് ഫൈൻ ചെലവ് ഈടാക്കുന്നതിനുള്ള നിയമം ഈ കേരളത്തിലുണ്ട്. ആ നിയമം ഇവിടെ നടപ്പാക്കാൻ അധികാരികൾ തയ്യാറാവാത്തതിൻ്റെ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് 5-10 സെൻറ്റ് സ്ഥലത്തൊരു വീട് നിർമ്മാണമോ അതല്ലെങ്കിൽ അതിനും ബന്ധപ്പെട്ട് ചെറിയൊരു പ്രവൃത്തി നടത്തിയാൽ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടുന്ന ഒരു സമൂഹമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. എത്രയോ സ്പീഡിൽ അവർ ഇടപെടും. പ്രത്യേകിച്ച് നോട്ടീസ് കൊടുക്കും, വാഹനങ്ങൾ പിടിച്ചു കൊണ്ടുപോകും. ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാൻ ജാഗ്രത കാണിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗം ഇവിടെ ഇങ്ങനെ ഏക്കർ കണക്കിന് ഭൂമി നികത്തപ്പെടുന്നു. ഇവിടെ മാത്രമല്ല, മേലാമുറി ഒരു പാടശേഖരം കംപ്ലീറ്റ് നികത്തപ്പെട്ടു. ചേറുംകുളം ഉൾപ്പെടെയുള്ള മേഖലയിൽ ചേറുംകുളത്ത് പോലും ആ കോളനിയിലെ കിണറ്റിൽ വെള്ളമില്ലാതായിരിക്കുന്നു എന്നത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്ന് വലത് കനാല് വഴി വെള്ളം ഇപ്പോൾ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ തെങ്കര പഞ്ചായത്തിൽ ഒരു വീട്ടിലും കുടിവെള്ളം ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമത്തിൻ്റെ ദുരന്ത നിവാരണത്തിൻ്റെ പരിധിയിൽ ഈ വിഷയത്തെ കൊണ്ടുവരണം. ആ നിലവാരത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇവിടെ മണ്ണ് പലതും കൊണ്ടുവന്നിട്ടുള്ള ടോറസ് ലോറികളിൽ ആണ് എന്നാണ് ഇവിടുത്തെ പൊതുസമൂഹം പറയുന്നത്. ഇവിടെ ടോറസ് ലോറികളിൽ നിന്നും മണ്ണെടുക്കുന്നത് അട്ടപ്പാടിയിൽ നിന്നാണ്. അട്ടപ്പാടി താലൂക്കിലെ 6 വില്ലേജുകളിൽ ഈ 6 വില്ലേജും ESA പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയതാണ്. അവിടെ വലിയ തോതിലുള്ള മലകളിടിച്ചാണ്, കുന്നുകളിടിച്ചാണ് ഈ മണ്ണ് കടത്തിക്കൊണ്ടുവരുന്നത്. കിസാൻ സഭയുടെയും CPIയുടെയും നേതാക്കളായ ഭാസ്കരൻ മുണ്ടക്കണ്ണി, കൃഷ്ണകുമാർ മഠത്തിൽ, പ്രേമൻ ആര്യബാവ്, KS സുനിൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഒറ്റപ്പാലം നഗരസഭ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന മീറ്റ്നയിലെ തടയണയുടെ അടച്ച ഷട്ടറുകൾ സാമൂഹ്യ വിരുദ്ധർ തുറന്നിടുന്നതായി പരാതി. കുടിവെള്ളത്തിനായി പ്രതിസന്ധി നേരിടുന്ന കാലത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് സാമൂഹ്യ വിരുദ്ധരുടെ ദുഷ്പ്രവൃത്തി കാരണം കഴിഞ്ഞ ദിവസം ഒഴുകിപ്പോയത്. വേനൽ കടുക്കുകയാണ്. കുടിവെള്ളം കിട്ടാക്കനിയാകുന്ന കാലത്താണ് സാമൂഹ്യ വിരുദ്ധരുടെ ദുഷ്പ്രവൃത്തി കാരണം 15,000-ലധികം കുടുംബങ്ങൾക്ക് കുടിവെള്ള പ്രതിസന്ധി നേരിടാൻ പോകുന്നത്. ഒറ്റപ്പാലം നഗരസഭ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ 15,000-ലധികം കുടുംബങ്ങളുടെ ഏക കുടിവെള്ള സ്രോതസ്സായ മീറ്റ്ന തടയണയിലെ അടച്ച ഷട്ടറുകളാണ് സാമൂഹ്യവിരുദ്ധർ തുറന്നിടുന്നത്. വേനൽ മുൻനിർത്തി കഴിഞ്ഞ ഒക്ടോബറിൽ തടയണയുടെ ഷട്ടറുകൾ അടച്ച് വെള്ളം സംഭരിച്ചിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ മാർച്ച് 29-ന് രാത്രി 2 ഷട്ടറുകളിലെ ഓരോ ഇരുമ്പ് പലകകൾ സാമൂഹ്യവിരുദ്ധർ എടുത്തുമാറ്റുകയായിരുന്നു. രാവിലെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട് ഷട്ടർ അടച്ചപ്പോഴേക്കും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒഴുകിപ്പോയത്. ഏപ്രിൽ 6-നും 7-നും ഷട്ടറുകളിലെ മുകളിലെ പലകകൾക്കിടയിൽ കല്ലുകൾ തിരികെ വെച്ച് വിടവുണ്ടാക്കിയ നിലയിൽ കാണപ്പെട്ടെങ്കിലും അളവ് കുറഞ്ഞതിനാൽ വെള്ളം ഒഴുകിപ്പോയില്ല. ഒരു ഷട്ടർ വെള്ളത്തിൽ വലിച്ചെറിഞ്ഞ നിലയിലാണ്. പ്രശ്നത്തിൽ നടപടി ആവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകിയതായി വാട്ടർ അതോറിറ്റി ഹെഡ് ഓപ്പറേറ്റർ സൂപ്പർവൈസർ ലിബിൻ ഇസ്ലിൻ പറഞ്ഞു. ഈ ഒരു സ്കീം ഇതൊരു റോ വാട്ടർ സ്കീമാണിത്. ഈ റോ വാട്ടർ സ്കീമെന്ന് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലേക്കും അതുപോലെ അമ്പലപ്പാറ പഞ്ചായത്തിലേക്കും കുടിവെള്ള വിതരണം ഈ ഒരു സ്കീമിൽ നിന്നാണ് നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടെയുള്ള ഷട്ടറുകൾ ഏതോ സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് ഇവിടുന്ന് ഉയർത്തി അത് വെള്ളത്തിലേക്ക് ഇടുകയും ഇവിടെയുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള വെള്ളം
തുറന്നുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് 3 പ്രാവശ്യം ഉണ്ടായി. ആദ്യം ഒരു 29-ാം തീയതി രാത്രി ഉണ്ടായി. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. അവർ ഇവിടെ വന്ന് അന്വേഷിച്ചു. അതിനുശേഷം 6-ാം തീയതി വൈകിട്ടും 7-ാം തീയതി വൈകിട്ടും മറ്റ് ഷട്ടറുകൾ തുറന്നിടുകയും ഒരെണ്ണം പുറത്ത് ഒരെണ്ണം വെള്ളത്തിലായിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കുടിവെള്ള വിതരണത്തെ, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് അത് ശക്തമായിട്ട് അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ശക്തമായിട്ട് ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ്. സാമൂഹ്യവിരുദ്ധരുടെ ദുഷ്പ്രവൃത്തി കാരണം ഒറ്റപ്പാലം നഗരസഭ, അമ്പലപ്പാറ പഞ്ചായത്ത് പരിധികളിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥിതിയാണെന്നും ഓവർസിയർ PB അജിത്ത് പറഞ്ഞു. മുകളിലൂടെ വെള്ളം ഒഴുകിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 3 അടിയോളം താഴ്ന്നിട്ട് അത്രയും വെള്ളം നമുക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം അമ്പലപ്പാറ പഞ്ചായത്ത്, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി തുടങ്ങിയ മേഖലകളിലെ കഠിനമായ ജലക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും തടയണയ്ക്ക് സമീപമുള്ള പമ്പ് ഓപ്പറേറ്റിംഗ് റൂമിൽ ഓപ്പറേറ്റർമാർ ഉണ്ടെങ്കിലും തടയണ ഭാഗത്ത് വെളിച്ചക്കുറവ് നേരിടുന്നതിനാൽ രാത്രികാലങ്ങളിൽ ഇവിടെയെത്തുന്നവരെ നിരീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഇത്തരം സാമൂഹ്യവിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഒറ്റപ്പാലം നഗരസഭാ വാർഡ് കൗൺസിലർ M. ഗോപൻ ആവശ്യപ്പെട്ടു. ഈ കൊടിയ വേനലിൽ നാടും നഗരമൊക്കെ ചുട്ടുകൊള്ളുമ്പോൾ ഒറ്റപ്പാലത്തും അമ്പലപ്പാറ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന മീറ്റിന തടയണയിലെ ഷട്ടറുകൾ ചില സാമൂഹിക വിരുദ്ധർ ഇരുട്ടിൻ്റെ മറവിൽ തുറന്നു വയ്ക്കുകയും വെള്ളം മനഃപൂർവ്വം ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് ഒരു നാടിനെ തന്നെ ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഒരു ആഘാതമാണ് നമുക്ക് നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തീർക്കുക എന്നതിൽ സംശയമൊന്നുമില്ല. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഇത്രയും കൊടിയ വേനലിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ആളുകൾ നെട്ടോട്ടം ഓടുമ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നത് തികച്ചും ഒരു തെമ്മാടിത്തരമാണ്. അത്തരം ആളുകൾക്കെതിരെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ശക്തമായ നടപടികൾ ഉണ്ടാവണം. ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ ജനം കയ്യേറ്റം ചെയ്യുന്ന സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു നാടിന് മുഴുവൻ കുടിവെള്ളം മുട്ടിക്കുന്ന ഇത്തരം ആളുകളെ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുടെ ഭാഗത്തുനിന്നോ നീതിപൂർവമായ ഒരു സംവിധാനം നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഒറ്റപ്പാലത്തെ മീറ്റിനയിലെ ജനങ്ങൾ ആ നീതി നടപ്പിലാക്കാൻ ഇറങ്ങും എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറയും ലൈറ്റും സ്ഥാപിക്കുന്നതിനും തടയണയിലേക്കുള്ള പ്രവേശനം തടയുന്നതിനുമായ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട വാട്ടർ അതോറിറ്റി പോലീസിനെയും ജില്ലാ കളക്ടറെയും സമീപിച്ചിട്ടുണ്ട്. വെള്ളക്കരം കൂടിയെന്നാരോപിച്ചും ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടും മണ്ണാർക്കാട് വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയ യുവാവ് ഓഫീസിലെ മേശപ്പുറത്തെ ഗ്ലാസ് അടിച്ചു തകർത്തു. പള്ളിക്കുറുപ്പ് ചുള്ളിമുണ്ട സ്വദേശി മുഹമ്മദ് ഹാരിഫാണ് ഗ്ലാസ് പൊട്ടിച്ചത്. ഇയാൾക്കെതിരെ വാട്ടർ അതോറിറ്റി പോലീസിൽ പരാതി നൽകി. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. തനിക്ക് ലഭിച്ച വെള്ളക്കരം കൂടുതലാണെന്നും കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് നിരന്തരം ഓഫീസിലെത്തിയും വിളിച്ചും പരാതി പറയാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചുള്ളിമുണ്ടയിലെ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ അമിത ബിൽ വരുന്നില്ലെന്ന് കണ്ടെത്തിയതായി AE പറഞ്ഞു. മാത്രമല്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വേനൽ കടുത്ത ഈ ഘട്ടത്തിൽ 2 ദിവസം കൂടുമ്പോഴാണ് വെള്ളം വിടുന്നത്. ഈ മേഖലയിൽ കടുത്ത ക്ഷാമം തുടങ്ങിയിട്ടില്ലെന്നും AE പറഞ്ഞു. എന്നാൽ ഇതൊന്നും ഉൾക്കൊള്ളാതെ ഓഫീസിലെത്തി ഗ്ലാസ് അടിച്ചു തകർക്കുകയായിരുന്നു. പോലീസ് എത്തിയപ്പോഴേക്കും രക്ഷപ്പെട്ടു. ഉപയോഗം കൂടുതലാണ്, ഏകദേശം 40 ലിറ്ററോളം വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ അതും പറഞ്ഞിട്ട് ഇയാൾ ബിൽ എമൗണ്ട് കൂടുതലാണ്, അടക്കില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇത് കൂടുതലാണ്, ആൾ അടക്കില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ നിരന്തരം ആദ്യം പരാതിപ്പെട്ടപ്പോൾ നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ അയാൾ അത്രയും ഉപയോഗിക്കേണ്ടെന്നാണ് കണ്ടത്. പിന്നെയും ഇയാൾ പരാതിപ്പെട്ടപ്പോൾ പിന്നെയും നമ്മൾ പോയി നോക്കിയതാണ്. അപ്പോഴും അയാളുടെ ഉപയോഗം ഒരു നോർമൽ ഒരു വീട് അത്യാവശ്യം ഉപയോഗിക്കേണ്ട അത്ര തന്നെ ആൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ആൾ എമൗണ്ട് കൂടുതലാണെന്നാണ് പരാതിപ്പെടുന്നത്. അയാൾ ബില്ലടക്കില്ല, ഇതുവരെ ബില്ലടച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പം പിന്നെ നമ്മൾ അങ്ങനെ കൂടുതലും, കാരണം അവർക്ക് വെള്ളം കിട്ടുന്ന സ്ഥലമാണ്, വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഒന്നിരാടം കൊടുത്തിരുന്നതാണ്. പിന്നെ നമ്മൾ MLA യോഗത്തിൽ ചില ഭാഗങ്ങളിൽ കിട്ടാത്ത കാരണം നമ്മൾ ആ സമയം ക്രമം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്ന് എല്ലാവരും അംഗീകരിച്ചതുമാണത്, ഇവർക്ക് വെള്ളം കിട്ടുന്നതുമാണ്. പക്ഷെ അവർക്ക് ഒന്നിരാടം വെള്ളം വേണമെന്നും പറഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഷൗട്ട് ചെയ്തു. ഇതിന് മുന്നേ വന്ന് ഷൗട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് എൻ്റെ ഇവിടെ ഈ ക്യാബിനിൽ വന്നിട്ടാണ് ഷൗട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ അത് അങ്ങനെ പോയി. പിന്നെയും ഇന്നലെ വന്നിട്ട് ഫോൺ നമ്മൾക്കും എപ്പോഴും ഈ രാത്രിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. രാത്രി 10 മണി 12 മണിക്കൊക്കെ വിളിക്കും. അപ്പോൾ ആ നേരത്തൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയെന്ന് വരില്ല. ഇന്നുണ്ടായത് ഫോൺ എടുത്തില്ല. പിന്നെ 1-2 ആൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട്
അന്ന് കഴിഞ്ഞിട്ട് ആള് ഇത്തിരി സംസാരിച്ചു, ഭയങ്കരമായി ഷൗട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ടേബിൾ മടിച്ച് അത് പൊട്ടിച്ചു. ഞങ്ങൾ ഹെൽമെറ്റ് അല്ലല്ലോ, കൈ കൊണ്ട് അടിച്ച് പൊട്ടിച്ചതാണ്. നമ്മൾ പോലീസിനെ അറിയിച്ചു, പിന്നെ പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് ലഭിച്ചിട്ടും ടെസ്റ്റ് നടത്താത്തതിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് പേർ മണ്ണാർക്കാട് ജോയിന്റ് RTO ഓഫീസിലെത്തി. സ്ത്രീകൾ ഉൾപ്പെടെ 600-ലേറെ പേരാണ് രാവിലെ മുതൽ RTO ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയത്. ശനിയാഴ്ചകളിൽ ഇവരുടെ ടെസ്റ്റ് നടത്താമെന്ന ജോയിന്റ് RTOയുടെ ഉറപ്പിലാണ് ഇവർ പിരിഞ്ഞുപോയത്. കഴിഞ്ഞ 2 മാസത്തിലേറെയായി മണ്ണാർക്കാട് ജോയിന്റ് RTO ഓഫീസിന് കീഴിൽ ഈ പ്രശ്നം തുടങ്ങിയിട്ട്. ലേണിംഗ് പരീക്ഷ വിജയിച്ചവർ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓൺലൈനായി സ്ലോട്ട് എടുക്കണം. മണ്ണാർക്കാട് ഓഫീസിന് കീഴിൽ ഒരു ദിവസം 120 പേർക്കാണ് സ്ലോട്ട് ലഭിക്കുന്നത്. ഇതിൽ 60 പേരുടെ ടെസ്റ്റ് മാത്രമാണ് ഒരു ദിവസം നടക്കുക. ബാക്കി 60 പേരുടെ ടെസ്റ്റ് എന്ന് നടക്കുമെന്ന് ഒരറിവും ഇല്ലാത്ത സ്ഥിതിയാണ്. ലേണിംഗ് പാസ്സായി 6 മാസത്തിനകം ടെസ്റ്റ് എടുത്തില്ലെങ്കിൽ വീണ്ടും ഫീസടച്ച് ലേണിംഗ് എടുക്കണം. ഇതുമാത്രമല്ല, ഡ്രൈവിംഗ് ടെസ്റ്റിനായി 100 കണക്കിന് ചെറുപ്പക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് കാത്തിരിക്കേണ്ട സ്ഥിതിയാണ്. മണ്ണാർക്കാട് ഓഫീസിൽ 2 MVIമാരുടെ തസ്തികയാണുള്ളത്. ഇതിൽ ഒരാൾ ലീവിലാണ്. ഒരു MVIക്ക് 60 പേരുടെ ടെസ്റ്റ് എടുക്കാൻ അനുമതിയുള്ളൂ. ഇതാണ് പ്രതിസന്ധി. ഇക്കാര്യം മലബാർ ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇത്തരത്തിൽ സ്ലോട്ട് ലഭിച്ചിട്ടും ടെസ്റ്റ് അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനെതിരെയാണ് പ്രതിഷേധിച്ചത്. രാവിലെ 10 മണിക്ക് ആളുകളെത്തിയെങ്കിലും ജോയിന്റ് RTO ഓഫീസിലില്ലാത്തത് ആളുകളെ തുടിപ്പിച്ചു. എനിക്ക് 15-ാം തീയതി മാർച്ച് 15-ാം തീയതി ടെസ്റ്റ് കിട്ടിയതാണ്. ഞങ്ങൾ അവിടെ ചെന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞേക്കും സാറ് പറഞ്ഞു 60 ആളായി, ഇനി വന്നിട്ട് അല്ലെങ്കിൽ അടുത്ത ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾക്ക് ഇതുവരെ ഡേറ്റ് കിട്ടിയിട്ടില്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഡേറ്റ് കിട്ടുന്നില്ല, ഫ്ലോട്ട് കമ്മിയാണെന്ന് പറയുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തന്നു, 10 മണിക്ക് ഫ്ലോട്ട് വിട്ടാൽ 10:05 ക്ലോസ് ആകുന്നത്. ഇതിന് RTO ഓഫീസർമാരേക്ക് വന്നാൽ അവർ പറഞ്ഞ ഡേറ്റ് എടുക്കുന്ന ഞങ്ങളിങ്ങനെ അവിടെ പോയിട്ട് ഡേറ്റ് എടുക്കുന്നുണ്ട്. ഒരു RTO ഓഫീസർമാരും പിന്നെ ഇന്ന് 10 മണിക്ക് വരാൻ പറഞ്ഞു RTO ഓഫീസർ. ഇന്ന് 10 മണിക്ക് ഞങ്ങളിവിടെ എത്തിയപ്പോൾ 10 മണിക്ക് വന്നപ്പോൾ പറഞ്ഞു ചാടിക്കമ്മയ്ക്ക് കണക്ക് വരുന്നതാണ്. 10:45 ഇവിടെ സമയം, ഇതുവരെ RTO ഓഫീസർ എത്തിയിട്ടില്ല. ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ ഇത്തിരി ലോങ്ങിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ പണി കുഴിപ്പാക്കിയിട്ടായി വരുന്നത്. മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ജോയിന്റ് RTO എത്തിയത്. പോലീസും സ്ഥലത്തെത്തി. തുടർന്ന് പോലീസും പ്രതിഷേധക്കാരുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ഇത്തരത്തിൽ ടെസ്റ്റിനായി കാത്തിരിക്കുന്നവർക്ക് എല്ലാ ശനിയാഴ്ചകളിലും ടെസ്റ്റ് നടത്താമെന്ന് ജോയിന്റ് RTO NA മോറിസ് അറിയിച്ചു. കഴിയുമെങ്കിൽ ബുധനാഴ്ചകളിലും ടെസ്റ്റ് നടത്താനുള്ള ശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഡേറ്റ് കിട്ടാതെ പോയവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ശനിയാഴ്ചയും ഒട്ടുമെങ്കിൽ ബുധനാഴ്ചയും ടെസ്റ്റ് നടത്താനുള്ള പെർമിഷൻ സാറിനോട് വാങ്ങിയിട്ട് ഇവരാദ്യം കൊടുത്ത് ബുക്ക് ചെയ്ത് ഓർഡർ അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവരെ അറിയിച്ചിട്ട് കഴിയുമെങ്കിൽ ശനിയാഴ്ചയും കഴിയുമെങ്കിൽ ബുധനാഴ്ചയും ടെസ്റ്റ് നടത്തി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ്. എല്ലാവരും സഹകരിക്കുക. പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വല്ലപ്പുഴ ചെറുകോട് മുണ്ടക്കുംപറമ്പിൽ പ്രദീപിന്റെ മകൾ നിഖ മരിച്ചു. 12 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ അമ്മ ബീന മരിച്ചിരുന്നു. ഞായറാഴ്ച പുലർച്ചെ വീട്ടിനുള്ളിലാണ് അമ്മയെയും 2 മക്കളെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടികളുടെ അമ്മ ബീന മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ നിഖയും പരിക്ക് പറ്റിയ നിവേദയും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് തിങ്കളാഴ്ച രാവിലെ നിഖ മരിച്ചത്. സംഭവ സമയം ബീനയുടെ ഭർത്താവ് പ്രദീപ് വടകരയിലെ ജോലിസ്ഥലത്തായിരുന്നു. ഓടിച്ച വീടിൻ്റെ മുകൾ നിലയിലായിരുന്നു ബീനയും കുട്ടികളും കിടന്നിരുന്നത്. മുറിയിൽ നിന്നും നിലവിളി കേട്ട് ഭർത്തൃപിതാവ് ചെന്ന് നോക്കുമ്പോഴാണ് വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് അയൽക്കാരെ വിളിച്ചു വരുത്തുകയായിരുന്നു. വാതിൽ തുറന്നപ്പോഴാണ് മൂവരും പൊള്ളലേറ്റ് കിടക്കുന്നത് കണ്ടത്. വല്ലപ്പുഴ ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച നിഖ. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു. ഒറ്റപ്പാലം അമ്പലപ്പാറ മേലൂർ നെല്ലിക്കുന്നത്ത് ഗോപാലകൃഷ്ണൻ നിഷ ദമ്പതികളുടെ മകൾ 20-കാരിയായ നിഖിതയാണ് മരിച്ചത്. ചെമ്മീൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ അലർജിയാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ഇടുക്കി തൊടുപുഴയിൽ ജോലി ചെയ്യുകയായിരുന്നു നിഖിത. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ശനിയാഴ്ചയാണ് നിഖിതയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയെ വിജയരാഘവൻ തിങ്കളാഴ്ച കൊപ്പം കുലുക്കലൂർ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. ചെറുയോഗങ്ങളും പ്രസംഗങ്ങളുമായിട്ടായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം.
വേനൽ ചൂടിനൊപ്പം പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂടും കനക്കുകയാണ്. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ തിങ്കളാഴ്ച കൊപ്പം, കുലുക്കല്ലൂർ, വിളയൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. രാവിലെ 8-ന് കുലുക്കല്ലൂർ പഞ്ചായത്തിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. പുറമത്ര, മപ്പാട്ടുകര, പപ്പടപ്പടി, നാട്യമംഗലം, വിളയൂർ, കൊഴിഞ്ഞിപ്പറമ്പ്, എറയൂർ, വെട്ടിക്കാട്, മേൽമറി സ്കൂൾ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. ചെറുയോഗങ്ങളും പ്രസംഗങ്ങളുമായിട്ടായിരുന്നു സ്വീകരണം. മുദ്രാവാക്യം വിളികളോടെയും ഹാരാർപ്പണം നടത്തിയും പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റു. 26-ാം തീയതി രാവിലെ എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി ഒരുപാട് ചുറ്റിയ നക്ഷത്ര വേളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സഹായിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം. കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാവണം. പാർലമെന്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ഒരു വിഭാഗത്തെയും അടിച്ചമർത്താൻ പാടില്ല. ഇപ്പോ ഇതൊന്നും നടക്കുന്നില്ല. അടിച്ചമർത്തുകയാണ്. എല്ലാവരെയും അടിച്ചമർത്തുക. ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം ജനവിഭാഗങ്ങളെ, പട്ടികജാതിക്കാരെ. ഒരു മുഖ്യമന്ത്രിയെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിട്ടിരിക്കുക. എന്താ കുറ്റം ആർക്കും അറിയില്ല. ഇപ്പൊ പഴയ മാതിരിയല്ല. ആദ്യം ജയിൽ, പിന്നെ കുറ്റം, വിചാരണ ഒക്കെ പിന്നെ ജയിലിലപ്പോഴേക്കും 5 കൊല്ലം നടക്കും. ഇതാണ് മോദി. നാളെ ഇതിനേക്കാൾ ആപത്താണ് വരാൻ പോകുന്നത്. അതിനെ തടുക്കണം. മതങ്ങൾ തമ്മിലുള്ള സംഘർഷ കലാപങ്ങൾ ഒഴിവാക്കണം. തൊഴിലാളി, കൃഷിക്കാർ, അധ്വാനിക്കുന്ന മനുഷ്യൻ, അവന് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കാൻ അവസരമുണ്ടാവും. അപ്പോ അതിനാണ് ഇടതുപക്ഷം നിൽക്കുന്നത്. ചിലര് വിജയികൾ ഭൂരിപക്ഷം കിട്ടി പ്രധാനമന്ത്രിയാവാനാണോ? നമുക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും പ്രധാനമന്ത്രി ആയില്ലെങ്കിലും 25 കൊല്ലം BJP-നെ തടുത്തിട്ടുണ്ട്. നേതാക്കളായ TK നാരായണദാസ്, NP വിനയ്കുമാർ, T ഗോപാലകൃഷ്ണൻ, KT അബ്ദുറഹ്മാൻ, P സുന്ദരൻ, MN കരുണാകരൻ, മുഹമ്മദ് മുഹസിൻ MLA എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. രാത്രി വിളയൂർ പഞ്ചായത്തിലാണ് പര്യടനം സമാപിച്ചത്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ 2023-2024 വർഷത്തെ വിവിധ പ്രവൃത്തികൾ പൂർത്തീകരിച്ച തുക ലഭിച്ചില്ലെന്ന പരാതിയുമായി കരാറുകാർ. 1.5 കോടിയോളം രൂപ ലഭിക്കാനുണ്ടെന്നാണ് ഇവർ പറയുന്നത്. വിഷയത്തിൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ റോഡ് ടാറിംഗ്, കോൺക്രീറ്റ് എന്നീ പ്രവൃത്തികൾ ചെയ്ത കോൺട്രാക്ടർമാരാണ് പരാതിയുമായി തിങ്കളാഴ്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയത്. 2023-2024 വർഷത്തെ പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചത്. പ്രവൃത്തികളുടെ ബില്ല് കൃത്യസമയത്ത് ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പണം ലഭിച്ചില്ലെന്നാണ് ഇവർ പറയുന്നത്. 30ഓളം കോൺട്രാക്ടർമാർക്കായി 1.5 കോടിയോളം രൂപയാണ് ലഭിക്കാനുള്ളതെന്നും ഇവർ പറഞ്ഞു. അത് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ 4.5 കോടി രൂപയോളം ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നേ വരെയായിട്ട് ഞങ്ങൾക്ക് ആകെ 28 ലക്ഷം രൂപ 30 ലക്ഷം രൂപ അടുത്ത് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഫണ്ട് കിട്ടാൻ സെക്രട്ടറിയോട് ചോദിച്ചാൽ പറയും സെക്രട്ടറി അടുത്ത് കയറും എന്ന് പറയും. ഞങ്ങൾക്കൊരു നടപടി പൈസ ഇതുവരെയായിട്ട് കിട്ടില്ല. ഈ കോൺട്രാക്ടർമാരൊക്കെ പല വിധത്തിലും പൈസ കടം മേടിച്ചിട്ടും പണയം വെച്ചിട്ടും ഒക്കെയാണ് ബാങ്കിൽ നിന്ന് പണ്ടം പുതുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോട്ടീസുകൾ പലതും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് നടപടി പഞ്ചായത്ത് സെക്രട്ടറി വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും എല്ലാവരും പാടെ കൂടിയിട്ട് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാനാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഓൺ ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ വർക്ക് എടുത്തത്. മറ്റുള്ള ഫണ്ടുകളൊക്കെ കൊടുത്തതൊക്കെ ഞങ്ങൾക്ക് കുറേ ഫണ്ടുകൾ തിരിച്ചു വന്നു. ലാപ്സായി പോയി. അടുത്ത വർഷം വർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പിൽ ഓവറായി വർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോൺട്രാക്ടർമാർ കോട്ടോപ്പാടം പഞ്ചായത്തിൻ്റെ മുഖ്യം, അതായത് 99% കോൺട്രാക്ടർമാരും വളരെ ദാരിദ്ര്യത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. പെരുന്നാളായിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ലെറ്റർ കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന്. ഇത് കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മേലുദ്യോഗസ്ഥന്മാർക്ക് മേൽ നടപടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കോടതിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ എവിടെ പരാതി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് പരാതി കൊടുത്തിട്ട് ഞങ്ങൾ മുന്നോട്ട്. ഈ മാസം 15-ാം തീയതി പണം തരുമെന്ന ഉറപ്പ് അധികൃതരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിൽ മാറ്റം വന്നാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും അസോസിയേഷൻ അറിയിച്ചു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ AK വീരൻകുട്ടി, മണ്ണിൽ ബാബു, K ബാവ, ആലടി ഹംസ, M ജമാൽ, KKH ജംഷാദ്, KKH ഹസൻ, P നിഷാദ്, A അബ്ദുറസാഖ്, P കുഞ്ഞലവി, അബ്ദുസമദ്, അബ്ദുറഹ്മാൻ, യൂസഫ് പച്ചേരി എന്നിവരാണ് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. ഭിന്നതയുടെയും വേർതിരിവിന്റെയും സ്വരം പരത്തുന്ന ഈ കാലത്ത് കൂടിച്ചേരലിന്റെയും ഒരുമയുടെയും സൗഹൃദം പങ്കിട്ട് ഇഫ്താർ സംഗമം.
പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന ഇഫ്താർ സംഗമവേദിയിൽ എല്ലാവരും കാണെ അവർ എഴുതിവച്ചു. പെരിന്തൽമണ്ണ റെഡ് സ്റ്റാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമമായിരുന്നു ഇത്. പെരിന്തൽമണ്ണ ജൂബിലി റോഡിലെ റെഡ് സ്റ്റാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഖാദർമല്ല സ്കൂളിലാണ് വ്യത്യസ്തമായൊരു സമൂഹ നോമ്പുതുറ നടന്നത്. ജാതിമത രാഷ്ട്രീയ വർണ്ണ ലിംഗ വ്യത്യാസമില്ലാതെ പെരിന്തൽമണ്ണയിൽ കൂടുതൽ പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമമായിരുന്നു ഇത്. പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് ഇഫ്താർ സംഗമം നടന്ന സ്കൂളങ്കണത്തിൽ റെഡ് സ്റ്റാർ പ്രവർത്തകർ പ്രദർശിപ്പിച്ചിരുന്നു. ഭക്ഷണത്തിന്റെ രുചിമേന്മയോ ഏറ്റക്കുറച്ചിലുകളോ അല്ല, ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ ഫെഡറലിസത്തിന്റെ കാവലാളാകുക. പുതിയ കാലത്തിലെ കൂടിച്ചേരലുകളും സൗഹൃദവുമാണ് റെഡ് സ്റ്റാർ പ്രവർത്തകർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഇവിടെ എഴുതിവച്ചിരുന്നു. ഭിന്നിപ്പിൻ്റെ സ്വരം പരക്കുന്ന ഈ കാലത്ത് സൗഹൃദവും കൂടിച്ചേരലുകളും സംഘടിപ്പിക്കുക എന്നത് തങ്ങളുടെ പൊതുലക്ഷ്യമാണെന്ന് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ മുണ്ടമ്പൽ ഹനീഫ പറഞ്ഞു. കൂടിച്ചേരലുകളും സൗഹാർദ്ദങ്ങളൊക്കെ നശിപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ നമ്മുടെ രാജ്യത്ത് ആകെ പരക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ അതിനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എല്ലാ ആളുകളുടെയും കൂട്ടായ്മ സംഘടിപ്പിക്കുക, സൗഹൃദം സംഘടിപ്പിക്കുക, കൂടിച്ചേരലുകൾ സംഘടിപ്പിക്കുക എന്നുള്ള പൊതു ലക്ഷ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിവിടെ എല്ലാം ഞങ്ങൾ ചില ബാനറുകളും ഞങ്ങളുടെ സന്ദേശങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതൊരു പ്രഖ്യാപനമാണ്, അതൊരു സമര രംഗം കൂടിയാണ് എന്നുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരള നിയമസഭ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മുൻ MLA വി ശശികുമാർ, നഗരസഭാ ചെയർമാൻ പി ഷാജി, വൈസ് ചെയർപേഴ്സൺ എ നസീറ, CPM ഏരിയ സെക്രട്ടറി ഇ രാജേഷ്, നഗരസഭാ കൗൺസിലർമാരായ പത്തത്ത് ജാഫർ, മുഹമ്മദ് സുനിൽ, നഗരസഭ മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ MK ശ്രീധരൻ, സാമൂഹ്യ പ്രവർത്തകൻ താമരത്ത് ഹംസു, മുൻ നഗരസഭാ കൗൺസിലർ KT സഫീന തുടങ്ങിയ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള ഒട്ടേറെ പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ഈ പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയൊരു ഇഫ്താർ സംഗമമാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ ഞങ്ങളെ റെഡ് സ്റ്റാർ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ക്ലബിൻ്റെ കീഴിൽ വേറെയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ 20ഓളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ 1000 രൂപ വെച്ച് ഏകദേശം 4 വർഷത്തിൻ്റെ മുകളിലായി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതും ഈ ക്ലബിൻ്റെ കീഴിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് റെഡ് സ്റ്റാർ ക്ലബ്ബ്. സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കിടയിലും മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും ഒരുക്കി. ഉദ്യോഗസ്ഥർ, സന്നദ്ധ സാമൂഹ്യ സേവന പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന ട്രോമ കെയർ പ്രവർത്തകർ പെരിന്തൽമണ്ണയിൽ ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. മാനത്തുമംഗലം ബൈപ്പാസ് ബസ് സ്റ്റാൻഡിൽ ട്രോമ കെയറിന്റെ ഓഫീസിനു സമീപത്തായാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, മുനിസിപ്പൽ ആരോഗ്യ ഉദ്യോഗസ്ഥർ, AODA പ്രവർത്തകർ, മലപ്പുറം ജില്ലാ ട്രോമ കെയർ ഭാരവാഹികൾ, പെരിന്തൽമണ്ണ, മേലാറ്റൂർ, കുളത്തൂർ, പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റിലെ പ്രവർത്തകർ, പാലക്കാട് ജില്ലാ ട്രോമ കെയർ പ്രവർത്തകർ, വിവിധ സന്നദ്ധ സംഘടനാ മേഖലയിലെ പ്രവർത്തകർ എന്നിവർ ഇഫ്താർ സംഗമത്തിൽ പങ്കുചേർന്നു. ജില്ലാ ട്രെയിനിംഗ് കോർഡിനേറ്ററും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുമായ മലപ്പുറം സ്റ്റേഷനിലെ മുഹമ്മദ് അലി, ട്രോമ കെയർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രതീഷ് KP, ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് ഹാറൂൺ, പാലക്കാട് ജില്ലാ ട്രോമ കെയർ എക്സിക്യൂട്ടീവ് അംഗവും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ സന്തോഷ് കുമാർ, മുനിസിപ്പൽ ക്ലീൻ സിറ്റി മാനേജർ വത്സൻ CK, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സെന്തിൽ കുമാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷബീർ കുളത്തൂർ, ട്രോമ കെയർ പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറി റഹീസ് കുറ്റീരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇഫ്താർ വിരുന്നിന് ശേഷം സൗഹൃദ സംഗമവും നടന്നു. പെരിന്തൽമണ്ണ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറും മോട്ടിവേഷൻ ട്രെയിനറും മലപ്പുറം ജില്ലാ ട്രോമ കെയറിൻ്റെ മുൻ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറുമായ ഫിലിപ്പ് മമ്പാടിന് അദ്ദേഹത്തിൻ്റെ ചിത്രം സമ്മാനിച്ചു. ട്രോമ കെയർ യൂണിറ്റിലെ സജീവ പ്രവർത്തകനായ ഗിരീഷ് കിഴാറ്റൂർ 2700ഓളം മീറ്റർ നീളത്തിലുള്ള നൂലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം നിർമ്മിച്ചത്. പ്രകൃതിയുടെ കൂടി സ്നേഹം ഏറ്റുവാങ്ങി വെള്ളിയാറിന്റെ ഓരത്തെ പുളിഞ്ചോട്ടിൽ
നാനാമതസ്ഥരും ചേർന്ന് നടത്തിയ സമൂഹ നോമ്പുതുറ വ്യത്യസ്തമായി. യാത്രക്കാരും ക്ഷണിക്കപ്പെട്ടവരും ഉൾപ്പെടെ 250ഓളം പേർ സമൂഹ നോമ്പുതുറയിൽ പങ്കാളികളായി. വെള്ളിയാർ നട്ടതാണ് ഈ പുളി. പുളിയുടെ ചുവട്ടിൽ ഇരിപ്പിടവും ഊഞ്ഞാലും പ്രദേശത്തെ യുവാക്കൾ സ്ഥാപിച്ചു. ഈ മനോഹരമായ സ്ഥലം ഇപ്പോൾ യാത്രക്കാരുടെയും പ്രദേശത്തുകാരുടെയും വിശ്രമ കേന്ദ്രമാണ്. ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായി യുവാക്കൾ പുളിഞ്ചോട് എന്ന വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഞായറാഴ്ച പുളിഞ്ചോട്ടിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. ശാന്തമായ പുഴയും സായാഹ്നവും നോമ്പുതുറയും അതൊരു വ്യത്യസ്ത ദൃശ്യഭംഗി തന്നെയായിരുന്നു. കുട്ടികളും ക്ഷണിക്കപ്പെട്ടവരും വഴിയാത്രക്കാരും പ്രദേശവാസികളും ഉൾപ്പെടെ 250ഓളം പേർ നോമ്പു തുറക്കാനായി എത്തി. ജാതിമതത്തിനപ്പുറം സംഘടിപ്പിച്ച ഈ വിരുന്ന് ദൃശ്യഭംഗി പോലെ തന്നെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു. ഒറ്റപ്പാലം പഴയ ലക്കിടി PNFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മതസൗഹാർദ്ദ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. നിരവധി പേരാണ് നോമ്പുതുറയിൽ പങ്കാളികളായത്. കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പഴയ ലക്കിടി PNFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മതസൗഹാർദ്ദ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. നാട്ടുപുറം മമ്പ ഉലും പള്ളി പ്രസിഡന്റ് സയ്യിദ് സുഹൈബ് തങ്ങൾ, പൊതുപ്രവർത്തകൻ T ഷിബു എന്നിവർ ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് പുണ്യമാസത്തിൽ എല്ലാ നോമ്പുകളും എടുത്ത ക്ലബ്ബ് മെമ്പറും ടീം മാനേജറുമായ ശ്രീനോദിനെയും മകൾ അഭിനന്ദയെയും യോഗത്തിൽ അഭിനന്ദിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഫൈസൽ, സെക്രട്ടറി സൈഫുദ്ദീൻ, ട്രഷറർ വി ഷബീർ, രക്ഷാധികാരി P രവി എന്നിവർ സംസാരിച്ചു. വിഷുവിന് കണി കാണാൻ വെല്ലപ്പുഴയിൽ നിന്നുള്ള കണിവെള്ളരിയും വിപണിയിലേക്ക്. കുറുവട്ടൂർ പാടശേഖരത്തിൽ കണിവെള്ളരിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. കടുത്ത വേനലിനെ അതിജീവിച്ചാണ് ഇത്തവണ കർഷകർ കണിവെള്ളരി വിളയിച്ചിട്ടുള്ളത്. എന്നാൽ മതിയായ വില കിട്ടുന്നില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട്. വിഷുക്കണി ഒരുക്കുന്നതിൽ കണിക്കൊന്ന പോലെ തന്നെ പ്രധാനമാണ് കണിവെള്ളരിയും. വിഷു പ്രതീക്ഷിച്ച് മാത്രമാണ് കർഷകർ കണിവെള്ളരി കൃഷി ചെയ്യുന്നത്. സ്വർണ്ണനിറത്തിൽ പാടങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന കണിവെള്ളരികളുടെ വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. വർഷങ്ങളായി കണിവെള്ളരി കൃഷി ചെയ്തു വരുന്ന ആളാണ് വല്ലപ്പുഴ കുറുവട്ടൂർ പാടശേഖരത്തിലെ കൊടക്കാടൻ മുഹമ്മദ് ഹനീഫ. ഒട്ടേറെ പ്രതിസന്ധികളെ നേരിട്ടെങ്കിലും ഈ വർഷവും ഹനീഫ കണിവെള്ളരി കൃഷി മുടക്കിയില്ല. കഴിഞ്ഞ ദിവസം മുതൽ ഹനീഫയുടെ പാടത്ത് കണിവെള്ളരി വിളവെടുപ്പ് തുടങ്ങി. എന്നാൽ അധ്വാനത്തിനുള്ള വില കിട്ടുന്നില്ലെന്ന പരാതിയാണ് ഹനീഫയ്ക്ക്. കിലോയ്ക്ക് 20 രൂപയെങ്കിലും കിട്ടിയാലേ എന്തെങ്കിലും ലാഭമുണ്ടാകൂ എന്ന് ഹനീഫ പറയുന്നു. എന്നാൽ ഇടനിലക്കാർ വഴിയാണ് കച്ചവടം. മാർക്കറ്റിൽ നേരിട്ട് കൊണ്ടുകൊടുത്താലും വില കാണില്ല. ഇത് ഒഴിവാക്കി കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ സർക്കാർ എന്തെങ്കിലും സൗകര്യം ചെയ്തു തരണമെന്നാണ് ഹനീഫയുടെ ആവശ്യം. വിഷുവായിട്ടാണ്. വിഷുവിനാണിത് വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് പോവുള്ളൂ, പഴുത്ത പിന്നെ പോവില്ല. പിന്നെ രണ്ടാമത് ഞങ്ങൾക്ക് ഇടനിലക്കാരനെ ഞങ്ങൾക്ക് ഒന്നുമില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് 10 രൂപയ്ക്ക് മേടിച്ചിട്ട് ഇത് 50 രൂപയ്ക്ക് വിൽക്കുന്ന മാർക്കറ്റുകളാണ്. ആ രീതിയിലാണ് ഇത് കച്ചവടം. ഇതിന് തക്കതായൊരു വിപണി ഗവൺമെൻറ് ഞങ്ങൾക്ക് കർഷകർക്ക് തന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ. ഒന്നുമില്ല, ഇത് കൃഷിഭവനും മറ്റുള്ള സംഘടനകൾ ഞങ്ങൾക്കൊരു വിപണി തന്നിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി വലിയൊരു നഷ്ടം വരില്ല. ഇത് രാവും പകലും ഇങ്ങനെ പണിയെടുക്കുക, എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടും. അതായത് കോരന് കഞ്ഞി കുമ്പളെന്ന് പറഞ്ഞ മാതിരിയാണ് ഞങ്ങളുടെ അവസ്ഥ. കിട്ടിയത് കിട്ടും, കിട്ടിയത് കിട്ടിയില്ല, വിളവ് കിട്ടും. ഇപ്പോൾ പ്രാവശ്യം 2 വിള നട്ടു ഞങ്ങൾ. അതിന് കാരണം എന്താ? ഈ പാടത്ത് കൂടെ ഒരു തോട് പോകുന്നുണ്ട്. അതിലുള്ള കച്ചറ കോരാനോ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ കുഞ്ഞുർശ ഭാഗത്ത് ഞങ്ങളെല്ലാവരും കൂടി കോരിച്ച് എന്നിട്ടാണ് കനാൽ വെള്ളം. ഞങ്ങൾക്ക് തക്കതായി വെള്ളം വരെ ഒരു കനാലില്ല. വെള്ളം ഏതിനേലും പൊട്ടി വന്ന വെള്ളമാണ് ഞങ്ങൾക്ക്. അതിന് എങ്ങനെയാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പിന്നെ ഞങ്ങളുടെ കൃഷിഭവൻ ഓഫീസർ, ഇവരൊക്കെ ഞങ്ങൾക്ക് നല്ല സഹായമുണ്ട്. അവരുടെ അതുകൊണ്ടാണ് ഞങ്ങളിത് കഴിഞ്ഞ് പോടി പോകുന്നത്. അല്ലെങ്കിൽ ഇതുമില്ല. പറ്റൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ കണ്ടാലേ കുറേ ഉണങ്ങിയിട്ട് പച്ച പിടിച്ച് നിൽക്കേണ്ട സാധനമല്ലേ, ഉണങ്ങിപ്പോയ ലെവലെല്ലാം. സീസൺ പ്രതീക്ഷിച്ച് മാത്രമാണ് ഹനീഫയെപ്പോലുള്ളവർ കണിവെള്ളരി കൃഷി ചെയ്യുന്നത്. വിഷുവിന് മുമ്പ് വിറ്റുപോയില്ലെങ്കിൽ പിന്നെ കാര്യമായ വിപണിയും വിലയും കിട്ടില്ല.
പ്രാദേശികമായ വിപണിക്കപ്പുറം മറ്റു ജില്ലകളിലേക്കും ഇവിടെ നിന്നും കണിവെള്ളരി കൊണ്ടുപോകാറുണ്ട്. ലാഭം നോക്കി മാത്രമല്ല ഇതൊന്നും ചെയ്യുന്നതെന്നും ഹനീഫ പറയുന്നു. മെയിൻ ഇടനിലക്കാർ വരും, ബ്രോക്കർമാർ വരും, അവർ എന്തെങ്കിലും ഒരു വിലക്ക് എടുക്കും, എന്നിട്ട് അവർ കൊണ്ടുപോയിട്ട് വിൽക്കും. അല്ലെങ്കിൽ വല്ല മാർക്കറ്റിലും ചെല്ലും, അവർക്ക് അപ്പോൾ വെറുതെ കിട്ടേണ്ടാവും ഈ സാധനം. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പറയും 12 ഉറുപ്പ്യക്ക് വേണം, 10 ഉറുപ്പ്യക്ക് വേണം. ഇന്നലെ വന്ന സാധനം ഇതാണ്, 10 ഉറുപ്പ്യക്ക് വന്നതാണ്. ഇത് ക്വാളിറ്റി ഇല്ല ഈ സാധനം തന്നെ. അവരെ മെയിനായിട്ട് ഇത് ക്വാളിറ്റി ഇല്ലയെന്ന് ഞങ്ങൾ വല്ല ഇതിൽ കടഞ്ഞെടുത്തിട്ട് വല്ല ഉരുളി കൊള്ളുന്ന രൂപത്തിലാക്കി കൊടുക്കണം. ഇത് വല്ല വരെയും കൊടുത്തിട്ട് പിന്നെ ഈ സാധനം ഞങ്ങൾ പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ടോപ്പാണ്, പിന്നെ ഇത് പവറാണ്. കർഷകൻ എപ്പോൾ ചെന്നാലും ഈ സാധനത്തിനൊരു മാർക്കറ്റുണ്ട് അവനോട് എപ്പോഴും. പിന്നെ ഓൻ്റെ മേടിച്ച ഇടനിലക്കാരൻ്റെ ഓൻ്റെ അല്ലലാഭത്തും കേൾക്കണം. നമ്മൾ പോന്നു കഴിഞ്ഞാൽ പിന്നെ വിപണി കറക്റ്റാണ്. 3 മാസം കഷ്ടപ്പെടുന്ന വില കിട്ടുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ ചില്ലറ ഞങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ, ഏത് നിലക്ക് നോക്കിയാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ. ഒരു കർഷകന് ഏതെങ്കിലും സമയത്ത് 10 ഉറുപ്പ്യ കിട്ടി കണ്ടു കഴിഞ്ഞാൽ ഈ തവണ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളം വന്ന് പോയി, കൊല്ലം വേനലിൽ ഇതിന് കരുതിക്ക് പോയി. അങ്ങനെ ഓരോ തവണയായിട്ട് ഓനിക്ക് എപ്പോഴും ഇല്ല. ഓണമില്ല, വിഷുവില്ല, പെരുന്നാളില്ല, ഒന്നുമില്ല. ഓന് നേരം പോലത്തെ അങ്ങനെ പണിയെടുത്തു. പക്ഷെ ഓൻ അസുഖമല്ല, അതാണ് ഏറ്റവും വലിയ മാർഗം. ഓൻ അസുഖമല്ല, ഓന് കിട്ടിയതൊക്കെ ഭക്ഷണം കഴിച്ച് കിട്ടിയത് തിന്നിട്ട് പോത്തിനെ പോലെ പണിയെടുക്കുക, ജീവിതമാർഗം. ഒരു ആണ്ടർത്തിയോ മറ്റുള്ള ഉത്സവങ്ങളോ ഒന്നുമില്ല. ഓൻ പണിയെടുക്കണു, നേരം വിളിച്ചാൽ പണിയെടുക്കണു. വീട്ടിൽ നിന്ന് പോത്തിനെ വിട്ടിറക്കി കൊടുത്ത് കന്നുകൂട്ടണമാര്, അതിന് പിന്നെ രാത്രി കൊണ്ട് അണക്കണമാര് ഓൻ പോയി ഉറങ്ങും. ഇതിന് കഴിവിന് ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യണം, കൃഷിഭവനെ ഇടപെടുക. ഓരോ കർഷകർക്ക് ഓരോ ഭാഗങ്ങളിൽ അവരെ സാധനം ഇറക്കാൻ മേടിച്ച് വെക്കാനും അത് വിറ്റൊഴിക്കാനുള്ളൊരു സംവിധാനം അവർ കണ്ടെത്തുക. ഇന്നാണ് ഞങ്ങൾക്ക് നല്ല വിലയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലത്തിൽ കുറേ ഗവൺമെൻറ് കയറ്റി, പൈസ കുറച്ച് വൈകിട്ടാണ് കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കിട്ടി. അങ്ങനെയൊക്കെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാലേ ഞങ്ങൾ രക്ഷപ്പെടുള്ളൂ. മത്തൻ, പയർ, വെണ്ട തുടങ്ങിയ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ വെള്ള സൗകര്യമില്ലാത്തതാണ് കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. വരും വർഷങ്ങളിലെങ്കിലും ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ പുലാമന്തോൾ ചെമ്മലശ്ശേരി കിള്ളിക്കുന്നുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 1000-ലധികം സ്ത്രീകൾ ഒന്നിച്ചിരുന്ന് പങ്കെടുത്ത ലളിതാ സഹസ്രനാമ സർവൈശ്വര്യ പൂജ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് സഹസ്രനാമ സർവൈശ്വര്യ പൂജ നടത്തിയത്. പുലാമന്തോൾ, വളപുരം, ചെമ്മലശ്ശേരി, കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ സമാപന ദിവസം രാവിലെയാണ് 1000 സ്ത്രീകൾ പങ്കെടുത്ത ലളിതാ സഹസ്രനാമ സർവൈശ്വര്യ പൂജ നടന്നത്. 1000 പേർ 1000 നാമങ്ങൾ ജപിച്ച് അർച്ചന നടത്തുന്നത് ദശലക്ഷാർച്ചനയ്ക്ക് തുല്യമായാണ് കണക്കാക്കുന്നത്. സർവൈശ്വര്യ പൂജയിൽ പങ്കെടുക്കുന്നവർക്കായി ക്ഷേത്രതട്ടകത്തിലും സമീപ പ്രദേശങ്ങളിലുമായി നേരത്തെ 100ഓളം ലളിത സഹസ്രനാമ പഠന കളരികൾ സംഘടിപ്പിച്ചിരുന്നു. ഭാഗവതാചാര്യൻ പ്രസാദ് പുളിക്കലിൻ്റെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടന്നത്. വൈകിട്ട് ക്ഷേത്രത്തിൽ സാംസ്കാരിക സമ്മേളനവും നടന്നു. 10ാമത് കിളിക്കുന്നുകാവ് ഭദ്രപ്രിയ പുരസ്കാരം തുള്ളൽ കലാകാരൻ കൃഷ്ണപുരത്ത് മുരളിക്ക് സമർപ്പിച്ചു. രാത്രി ആറാട്ടിനും വേല ആഘോഷത്തിനും ശേഷം ദേശകുരുതി ചടങ്ങോടെയാണ് ഉത്സവം സമാപിച്ചത്. സൗജന്യ മെഗാ വേനൽക്കാല മെഡിക്കൽ ക്യാമ്പുമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ. ഏപ്രിൽ 15 മുതൽ 30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കിംസ് അൽഷിഫയിലെ ത്വക്ക് വിഭാഗം, ശ്വാസകോശ രോഗ വിഭാഗം, ദന്ത മുഖരോഗങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ലഭ്യമായിരിക്കും. ക്യാമ്പിൽ സൗജന്യ പരിശോധനയ്ക്ക് പുറമെ ലാബ്, സ്കാനിംഗ് തുടങ്ങിയവയ്ക്ക് പ്രത്യേക ഇളവുകളും തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് സഹൃദയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേക കിഴിവുകളും ലഭ്യമാകുന്നതാണ്. ഏപ്രിൽ 15 മുതൽ 30 വരെ നടക്കുന്ന ക്യാമ്പിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനായി 9188952723, 9446300019, 9446000507 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി വാണിജ്യ വാർത്തകൾ.
റമദാൻ വിഷു വസ്ത്രവിപണിയെ വരവേൽക്കാൻ ഒറ്റപ്പാലത്തെ പട്ടിന്റെ തറവാടായ റോയൽ സിൽക്സും ഒരുങ്ങിക്കഴിഞ്ഞു. ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ വൻ ശേഖരം തന്നെയാണ് റോയൽ സിൽക്സ് ആദ്യ റമദാനെയും വിഷുവിനെയും വരവേൽക്കാൻ ഒരുക്കിയിരിക്കുന്നത്. റമദാനെയും വിഷുവിനെയും വരവേൽക്കാനുള്ള തിരക്കിനിടയിൽ ട്രെൻഡിംഗ് വസ്ത്രങ്ങൾ തിരിഞ്ഞ് ഇനി കഷ്ടപ്പെടേണ്ട. പുതിയ ട്രെൻഡിംഗ് വസ്ത്രങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ഗുണനിലവാരത്തോടെ റോയൽ സിൽക്സിൽ ലഭ്യമാണ്. 2 നിലകളിലായി ട്രഡീഷണൽ ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയാണ് പട്ടിൻ്റെ തറവാടായ റോയൽ സിൽക്സ് ഒരുക്കിയിരിക്കുന്നത്. ലേറ്റസ്റ്റ് കളക്ഷനുകളായ കുർത്തിയുടെയും ചുരിദാറിൻ്റെയും വലിയ കളക്ഷൻ തന്നെയാണ് പെൺകുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നല്ല കളക്ഷനാണ്, നല്ല സെലക്ഷൻ ഉണ്ട്. നന്നായിട്ട് നല്ല ആംബിയൻസാണ് ഇവിടെ. ഒറ്റപ്പാലത്ത് ഇങ്ങനൊരു സ്ഥാപനം ആദ്യമായിട്ടാണ്. എല്ലാവർക്കും നല്ലൊരു ആംബിയൻസാണ്. പിന്നെ റേറ്റിൻ്റെ കാര്യത്തിലും നല്ല റീസണബിളായ റേറ്റാണ്. നല്ല ഇതിൽ തന്നെ എനിക്ക് അനുഭവപ്പെട്ടത് നന്നായിട്ടുണ്ട്. റോയൽ ഗംഭീരല്ലേ, ഒറ്റപ്പാലത്തിൻ്റെ അഭിമാനമല്ലേ. ഒറ്റപ്പാലത്ത് ഇത്രയും വലിയൊരു സ്പേസ്, ഒരു ടെക്സ്റ്റൈൽസും ഹൈപ്പർ മാർക്കറ്റും ഒറ്റപ്പാലത്തിൻ്റെ ചരിത്ര ഭൂമിക്ക് വലിയൊരു സ്ഥാനമായിട്ട് നിൽക്കുകയല്ലേ. അത് എന്തുകൊണ്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഒന്നാണ്. ട്രഡീഷണൽ വസ്ത്രങ്ങൾ തനിമ ചോരാതെ ഏറ്റവും വിലക്കുറവിൽ റോയൽ സിൽക്സിൽ ലഭ്യമാണ്. പുരുഷന്മാരുടെ ട്രെൻഡിംഗ് വസ്ത്രങ്ങളായ ജോഗേഴ്സ്, ബഗ്ഗീസ്, പാരച്യൂട്ട് ബഗ്ഗി, കാർഗോസ് പാൻറ്റുകൾ, 5 സ്ലീവ്, കൊറിയൻ സ്ലീവ് ഷർട്ടുകൾ തുടങ്ങിയവയുടെയും നിരവധി കളക്ഷനുകളാണ് റോയൽ സിൽക്സിൽ ഉള്ളത്. ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്ത റോയൽ സിൽക്സിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഹൈപ്പർ മാർക്കറ്റുമുണ്ട്. കൂടാതെ റോയൽ സിൽക്സിലെത്തുന്ന ഉപഭോക്താക്കളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ വിഷു, ഈസ്റ്റർ, റംസാൻ, ഹാർമണി ഫിയസ്റ്റയുടെ 7-ാം തീയതിയിലെ നറുക്കെടുപ്പും 6-ാം തീയതിയിലെ ഡെയിലി നറുക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനദാനവും നടത്തി. പട്ടാമ്പി നഗരസഭാ കൗൺസിലർ KR നാരായണസ്വാമി നറുക്കെടുപ്പും സമ്മാനദാനവും നിർവഹിച്ചു. പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ വിഷു, ഈസ്റ്റർ, റംസാൻ, ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ തുടരുകയാണ്. 7-ാം തീയതിയിലെ നറുക്കെടുപ്പും 6-ാം തീയതിയിലെ ഡെയിലി നറുക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനദാനവും പട്ടാമ്പി നഗരസഭാ കൗൺസിലർ KR നാരായണസ്വാമി നിർവഹിച്ചു. വിജയിയായ ഇർഷാദ് കോടനാടിന് വാഷിംഗ് മെഷീൻ സമ്മാനമായി നൽകി. കുഞ്ഞുമുഹമ്മദ് ഞാങ്ങാട്ടിരിയാണ് 7-ാം തീയതിയിലെ ഡെയിലി നറുക്കെടുപ്പ് വിജയിയായത്. TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ദിവസേന നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പണും ലഭ്യമാണ്. ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകളാണ് ഇമ്മാനുവൽ ഫെസ്റ്റിവൽ സീസണിൽ ഒരുക്കിയിട്ടുള്ളത്.
പാർട്ടി വെയർ, വെഡ്ഡിംഗ് സെക്ഷൻ, സാരി സെക്ഷൻ, കിഡ്സ് വെയർ, ലേഡീസ് ജെൻസ് വെയർ വിഭാഗം തുടങ്ങി അനന്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാകാത്ത വിലക്കുറവുമാണ് ഇമ്മാനുവൽ സിൽസിന്റെ പ്രത്യേകത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടികയായി. മലപ്പുറം ജില്ലയിലാകെ 33,93,884 വോട്ടർമാർ, 82,286 കന്നി വോട്ടർമാരും ജില്ലയിൽ. പാലക്കാട് ജില്ലയിലാകെ 23,15,990 വോട്ടർമാർ, കന്നി വോട്ടർമാർ 45,687 പേർ. മണ്ണാർക്കാട് പാടങ്ങളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്നത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് CPI നേതാക്കൾ. തെങ്കര കോൽപ്പാടത്ത് മണ്ണിട്ട് നികത്തിയ സ്ഥലം നേതാക്കൾ സന്ദർശിച്ചു. നടപടിയുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ. ഒറ്റപ്പാലം മീറ്റ്ന തടയണയുടെ അടച്ച ഷട്ടറുകൾ സാമൂഹ്യ വിരുദ്ധർ തുറന്നിടുന്നത് കുടിവെള്ള പദ്ധതികൾക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം ലിറ്റർ കണക്കിന് വെള്ളം ഒഴുകിപ്പോയി. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പോലീസിനെയും ജില്ലാ കളക്ടറെയും സമീപിച്ച് വാട്ടർ അതോറിറ്റി. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് എടുത്തിട്ടും ടെസ്റ്റ് നടത്താത്തതിൽ മണ്ണാർക്കാട് RTO ഓഫീസിൽ പ്രതിഷേധം. ടെസ്റ്റിനായി കാത്തിരിക്കുന്നത് 600-ലേറെ പേർ. ശനിയാഴ്ചകളിലും ടെസ്റ്റ് നടത്തി പ്രശ്നം പരിഹരിക്കാമെന്ന് ജോയിന്റ് RTOയുടെ ഉറപ്പ്. വല്ലപ്പുഴയിൽ പൊള്ളലേറ്റ് അമ്മ മരിച്ചതിനു പിന്നാലെ ചികിത്സയിലായിരുന്ന മകളും മരിച്ചു. 12 വയസ്സുള്ള നിഖയാണ് മരിച്ചത്. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു. 20 വയസ്സുള്ള നിഖിതയാണ് മരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.